യേശുവിൻ്റെ കൂട്ടായ്മയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. എല്ലാം നിങ്ങൾക്ക് ശുഭമായി തീരട്ടെ. മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ പഠനം, ജോലി മേഖല, നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവൃത്തികൾ എല്ലാം ശുഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 23-ാം തിരുവചനം. എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹമായി മാറാൻ, എല്ലാം ഒരു തടസ്സവും കൂടാതെ അനുഗ്രഹിക്കപ്പെട്ടതായി മാറാൻ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ പറയുന്ന മാർഗത്തിലൂടെ നീ ചരിച്ചാൽ എല്ലാം നിനക്ക് ശുഭമായിരിക്കും. നിൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്യുവാനല്ല പറഞ്ഞ്, ലോകം പറഞ്ഞിരിക്കുന്ന രീതിയിൽ നടക്കുവാനല്ല പറഞ്ഞ്, വിവേകത്തോടെ ദൈവാത്മാവ് നിന്നോട് എന്തു പറയുന്നു അതനുസരിച്ച് നീ ചരിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ശുഭമായി ഭവിക്കും. അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ച് ദൈവത്തിൻ്റെ പുറകെ നടന്നാൽ, ദൈവം പറയുന്ന വഴിയിലൂടെ നടന്നാൽ എല്ലാം അനുഗ്രഹമായി മാറും, എല്ലാം ശുഭമായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരുടെ ജീവിതവും ദൈവകൃപയാൽ ശുഭമായി മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.